നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്നതാടി കൊച്ചി അവര് നിനക്ക് തന്നിട്ട് പോയത്? സ്വർണവള 916 BIX ഹോൾമാർക്ക്. അതെ, അവര് തരുമ്പോ സ്വർണം തന്നെയായിരിക്കും. 916 ആയിരിക്കും. ഹോൾമാർക്ക് മുദ്രയും കാണും, അല്ലാതെ മുക്കുവണ്ഠം ആയിരിക്കത്തില്ല. കൊടുക്കാവല്ലോ, ഇവിടുത്തെ കാശ് തന്നെയല്ലേ അവരുടെ പോക്കറ്റിൽ ഇരിക്കുന്നത്. ശരത്ത് മോനെ, മോനിപ്പോ എന്റെ മരുമോനായിട്ടില്ല, അത് ഓർത്തോണം മോൻ. ഇതുപോലൊരു വാചകം പറഞ്ഞേനെ കഴിഞ്ഞ ദിവസം കൊച്ചമ്മയ്ക്ക് ഞാൻ വയറ് നിറച്ചു കൊടുത്തതാ. അതുകൊണ്ടേ കൂടുതൽ വർത്താനൊന്നും വേണ്ട. നോക്കട്ടെ, 2-3 പവനെങ്കിലും കാണും അല്ലേ പാർവതി? അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയണമെങ്കിലേ ആ വളയം വാങ്ങിച്ചോട്ട് ജ്വല്ലറി ചെന്ന് തൂക്കി നോക്ക്. അയ്യോ, എനിക്കൊന്നും അറിയണ്ടായേ. ഓ, തന്നതിനും കൊടുത്തതിനും ഒക്കെ കണക്ക് കൃത്യമായിട്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അതുകൊണ്ട് പറഞ്ഞതാ. എല്ലാത്തിന്റെയും കൃത്യമായ കണക്ക് എൻ്റെ കയ്യിലുണ്ട്, അതുപോരെ? ഓ, ഓ, ഇതേതാ അടുത്ത പട? ഓ, അടുത്ത ടീം ഇറങ്ങിയല്ലോ കളത്തില്. ഇതാണ് അഡ്വക്കേറ്റ് ചന്ദ്രലേഖ. എന്റെ തലയെടുക്കാൻ ഇവിടെ ഉള്ള ചിലര് കളത്തിൽ ഇറക്കിയിരിക്കുന്നത് ഇവരെയാ. അതിന് ശരത്തിന്റെ തലയെടുക്കാനല്ലല്ലോ, പൊന്നുമണിയെ ചതിച്ച ക്രിസ്തുദാസിനെതിരെയുള്ള കേസല്ലേ ചന്ദ്രലേഖ ഏറ്റെടുത്തിരിക്കുന്നത്. അല്ലെങ്കിലും അവരിപ്പോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ക്രോസ് വിസ്താരത്തിനൊന്നും അല്ലല്ലോ, അതിഥികളായിട്ടല്ലേ. അതിന് ഇവരെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചത്? ആരും ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വരുന്ന എൻ്റെ മോന, എൻ്റെ മകന്റെ ഹൃദയ ഉള്ളിലുള്ളവൻ. എന്റെ സുതിമം വരുന്ന പോലെ തന്നെയാ എനിക്ക് അവൻ വരുന്നത്. അതെ, എനിക്കും അങ്ങനെ തന്നെയാ തോന്നുന്നത്. നീ അതേന്ന് പറഞ്ഞു വെക്കാ, പോയി വിളിച്ചോണ്ട് വാ പാർവതി. ഞാൻ അങ്ങോട്ട് ചെല്ലുമോ? വാ മോനെ. ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കൂടി വന്നതില് കുഴപ്പമൊന്നുമില്ലല്ലോ ദേവിക ചേച്ചി? അയ്യോ, എന്ത് കുഴപ്പം, വക്കീൽ നമ്മുടെ സ്വന്തം ആളല്ലേ. അല്ല, എവിടെ അനിയത്തിക്കുട്ടി? സുധിയേട്ടൻ കാണാൻ വന്നിരിക്കുന്നു പറ. വരൂ, വാ. വാ മോനെ. ഹലോ ശരത്, ഹൗ ആർ യു? ഓ, വെരി ഫൈൻ ആണ്. ഇനിയിപ്പോ 2 ദിവസമല്ലേ ഉള്ളൂ കല്യാണത്തിന്. അതെ, പെട്ടെന്നുള്ള തീരുമാനമായിരുന്നല്ലോ മോനെ. ആ, നടക്കാനുള്ളത് നടന്നല്ലേ പറ്റൂ. അങ്ങനെ പെട്ടെന്നുള്ള തീരുമാനമൊന്നും അല്ല. ഇവിടെ എല്ലാവരും ആലോചിച്ചെടുത്ത തീരുമാനമാണ്. പിന്നെ തീയതി കുറിച്ചത് പെട്ടെന്നായെന്നേ ഉള്ളൂ. നിത്യ അല്ലേ? ആ, അതെ. നിത്യക്കുട്ടി വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങൾ വന്നത് ശരത്തിന് ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. ഓനിരിക്കെ
ശരത്തിന്റെ ഇഷ്ടവും ഇഷ്ടക്കേടും ഇവിടെ ആരും നോക്കാറില്ല. മോനതറിയാമല്ലോ. ശരത്ത് ഇഷ്ടപ്പെട്ടത് എൻ്റെ മോളെയാ, എൻ്റെ മകൾക്ക് ശരത്തിനെ. ആ കല്യാണം അങ്ങ് നടത്തി കൊടുക്കുന്നു. മറ്റൊന്നിനെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല. ദേവിക എന്താ എന്നോടൊന്നും മിണ്ടാത്തത്? ഞാൻ സിദ്ധാർത്ഥൻ, അഡ്വക്കേറ്റാ. ആ കേട്ടിട്ടുണ്ട്. ഞാൻ എവിടെയോ ഈ പേര് കേട്ടിട്ടുണ്ട്, അല്ലേ അച്ഛാ? അതാ സുധിയേട്ടൻ, എന്നെ ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തിയ ആള്. ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. നിങ്ങളിരിക്കെ. ഞങ്ങളിവിടെ എത്തി ചേച്ചിയമ്മേ. ഞാനിവിടുന്ന് ഇറങ്ങിയിട്ട് വിളിക്കാം. ശരി. ആഹാ, ചന്ദ്രലേഖ ഇവിടെ വന്ന് നിൽക്കായിരുന്നു. ഫോണിലായിരുന്നു. ചേച്ചിയമ്മ വിളിച്ചു. ചേച്ചിയമ്മ? ആ, സിദ്ധുവിന്റെ ചേച്ചി, പ്രേമേച്ചി. ഓ, പ്രേമേച്ചി എനിക്കിപ്പോ ചേച്ചിയമ്മയാ. ഓ, സിദ്ധുവേട്ടും ഞാനവിടെ ചെന്നത് വലിയ ആശ്വാസമായി. ഇപ്പൊ എല്ലാ കാര്യത്തിലും സിദ്ധുവേട്ടന് ഞാൻ മതി. ചായ എടുക്കാനും മരുന്നെടുക്കാനും ഒക്കെ. നന്നായി. ആ പിന്നെ ചേച്ചിയുടെ സുധിയേട്ടന്റെ ഹൃദയം ഞാൻ പൊന്നുപോലെ നോക്കുന്നുണ്ട് കേട്ടോ. ചേച്ചിക്കുണ്ടായ നഷ്ടം വളരെ വലുതാണെന്ന് എനിക്കറിയാം. പക്ഷേ ചേച്ചിയുടെ സങ്കടം മറ്റു പലരുടെയും ജീവിതത്തിൽ സന്തോഷമായി മാറി.